പൊറോട്ട ബാക്കി വന്നാൽ ഇനി ആരും വിഷമിക്കണ്ട. പുതിയൊരു ഐഡിയ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. റംസാൻ സീരീസിലെ 12th റെസിപ്പിയാണ് കേട്ടോ. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അച്ചീസ് വേൾഡ്. അപ്പോൾ എന്തുണ്ടാക്കണമെന്ന് നോക്കണ്ടേ. അപ്പോൾ ആദ്യം നമുക്ക് ബാക്കി വന്ന പൊറോട്ട ഒക്കെ എടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ പൊറോട്ട ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എന്നും പറയണ പോലെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ പൊറോട്ടയൊക്കെ ഞാൻ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് 5 എഗ്ഗാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അത് നമുക്കൊരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. എഗ്ഗിലേക്ക് ഒരു നുള്ളു ഉപ്പും 1/4 ടീസ്പൂണ് കുരുമുളക്, 1/4 ടീസ്പൂണ് ഗരം മസാല ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് ആദ്യം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാൻ റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവണമെങ്കിൽ ഒന്ന് ട്രൈ ആക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്കും കൂടി ഒന്ന് കമൻറ്റിൽ മെൻഷൻ ചെയ്യണം കേട്ടോ. എഗ്ഗൊക്കെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് 1/2 കപ്പ് പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. പാലും മുട്ടും കൂടിയിട്ട് ഒന്നും കൂടി ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ബാറ്റർ സെറ്റായിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച പൊറോട്ട ഇട്ട് കൊടുക്കുക കേട്ടോ. പൊറോട്ട ഈ ബാറ്ററിൽ ആഡ് ചെയ്യുമ്പോൾ കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എങ്കിലേ ഈ പൊറോട്ട ശരിക്കും ഈ ബാറ്ററിൽ മിക്സായി കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ മൊത്തം പൊറോട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലിങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. പിന്നെ അടുത്ത ഇൻഗ്രീഡിയൻസ് നമ്മൾ സാധാരണ സമൂസക്കൊക്കെ ഉണ്ടാക്കുന്ന അതേ ചിക്കൻ മസാലയാണ് കേട്ടോ. ഞാൻ പിന്നെ റിപ്പീറ്റ് ചെയ്ത് കാണിക്കാണ്ടാണ് കേട്ടോ. ഇനി നമുക്കിത് സെറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ഓയിൽ എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച പൊറോട്ട ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ തവി വെച്ചിട്ട്. ഇനി ഈ പൊറോട്ടയുടെ മേലെ നമ്മൾ ഉണ്ടാക്കി വെച്ച ചിക്കൻ മസാല എല്ലാ സൈഡിലേക്കും ആവുന്ന രീതിയിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. പെട്ടെന്ന് മനസ്സിൽ വന്നൊരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ ഇതിന് എന്ത് പേരിടുമെന്ന് ആലോചിച്ചിട്ടൊരു ഐഡിയ ഇല്ല. അപ്പോൾ ഞാനിതിൽ ചീസും കൂടി ഇടുന്നുണ്ട്. അപ്പോൾ പൊറോട്ട ചിക്കൻ ചീസ് പോളാന്ന് ഇടാന്ന് വിചാരിക്കണം. ഈ ചിക്കൻ മസാല എല്ലാ സൈഡിലും ഇട്ടതിൻ്റെ ശേഷം ആ തവി വെച്ചിട്ട് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതിൻ്റെ മേലെ ഞാൻ ചീസാണ് ഇട്ട് കൊടുക്കണം കേട്ടോ. മൊസറല്ല ചീസ് എല്ലാ സൈഡിലേക്കും ഈ ചീസ് ആവുന്ന രീതിയിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. അങ്ങനെ നമ്മളെ സ്നാക്സിൻ്റെ സെറ്റിങ്സൊക്കെ കഴിഞ്ഞ് ഇനി ഇത് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് മീതെയാണ് ഈ പാൻ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണത് കേട്ടോ. എന്നിട്ടത് മൂടി വെച്ച് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്തെടുക്കാൻ കേട്ടോ. ഇനി നമുക്ക് പൊറോട്ട ചിക്കൻ ചീസ് പോള റെഡിയായി നോക്കാം കേട്ടോ. അപ്പോൾ ചീസൊക്കെ മെൽട്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സെർവ് ചെയ്യണ പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം കേട്ടോ. അടിപൊളി ടേസ്റ്റുള്ള ഒരു സ്നാക്സാണ് കേട്ടോ. അപ്പം ഇനി പൊറോട്ട ബാക്കി വന്നാൽ ആരും വിഷമിക്കും വേണ്ട. ഇങ്ങനത്തെ നല്ല അടിപൊളി സ്നാക്സ് കിട്ടുകയും ചെയ്യും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ, അസ്സലാമു അലൈക്കും, ടേക്ക് കെയർ, താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോസ്.